കാന്തപുരം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തോ എന്നുള്ളതാണ് പ്രസക്തമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ ചോദ്യമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആരോഗ്യപരമായ രീതിയിൽ വല്ലാതെ പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുള്ളത്. അദ്ദേഹം പൂനൂർ GMUP സ്കൂളിൽ ഇന്ന് വോട്ട് രേഖപ്പെടുത്തി. പരസഹായത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങുന്നത്, ബൂത്തിലേക്ക് കയറുന്നത്. വോട്ട് ചെയ്യുന്ന സ്ഥലത്ത് പോലും മറ്റൊരാൾ സഹായത്തിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നു. ലൈവായിരിക്കുന്ന റിപ്പോർട്ടായിട്ട് ചില മീഡിയകൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന് ഇത്രയും ആരോഗ്യപരമായിരിക്കുന്ന വിഷയപ്രയാസമുണ്ടാവുന്ന സമയത്ത് പ്രാദേശിക തെരഞ്ഞെടുപ്പ്, രാജ്യം ഭരിക്കുന്നതോ അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന തെരഞ്ഞെടുപ്പോ അല്ല, ഒരു പ്രാദേശിക ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിൽ ഇത്ര താല്പര്യപൂർവ്വം അദ്ദേഹം വന്നത് എന്തിനാണ്, ഒരു പിന്തുണ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണോ എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. 2024 കഴിഞ്ഞ വർഷം ലോക്സഭയിൽ അദ്ദേഹം വോട്ട് ചെയ്തിരുന്ന ഏപ്രിൽ 26 168ാമത്തെ ബൂത്തിലാണ് ലോക്സഭയിലേക്ക് ഏറ്റവും അവസാനം അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്നത്. 2019 21 കാലഘട്ടത്തിൽ അദ്ദേഹം വോട്ട് ചെയ്തതായിട്ട് കാണുന്നില്ല. പക്ഷേ ഈ ലോക്സഭയിൽ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ലോക്സഭയിൽ വോട്ട് രേഖപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയക്കാർ അദ്ദേഹത്തോട് രാഷ്ട്രീയമായിരിക്കുന്ന ചില കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് അനുകൂലമായിരിക്കുന്ന ഒരു നിലപാട് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് പ്രകടമായത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇത്രയും പ്രയാസപ്പെട്ട് തന്നെ താൻ വോട്ട് ചെയ്യാൻ വന്നത് എന്ന് അദ്ദേഹം അന്ന് പ്രതികരിക്കുകയും ചെയ്തു. പ്രാദേശിക തിരഞ്ഞെടുപ്പിന് അദ്ദേഹം ഒരു പ്രാധാന്യം കൽപ്പിക്കാറില്ല, അങ്ങനെ വോട്ട് ചെയ്യാറ് അപൂർവമായിട്ടാണ് ഇത്തരം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്നത്. അദ്ദേഹം വളരെ ആരോഗ്യപരമായിരിക്കുന്ന പ്രയാസമാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുന്നു, കാറിൽ നിന്ന് ഇറങ്ങുന്നു, പിന്നീട് ബൂത്തിലേക്ക് കൈപിടിച്ച് 2 ആൾ താങ്ങി പിടിച്ചിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. രാഷ്ട്രീയക്കാർ ഈ പ്രാദേശിക തിരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യം കാണുന്നു. അവർ ഏത് തരത്തിലാണെങ്കിലും മഞ്ചലിലേറ്റിക്കൊണ്ട് പോലും കൊണ്ടുവന്നിട്ട് വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടുകളൊക്കെ ഒരു വോട്ട് പോലും നിർണായകമാകുന്ന പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പ്രാദേശിക തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിലിപ്പോൾ പണ്ഡിതന്മാരെ പോലുള്ള ആളുകൾ അങ്ങനെ താല്പര്യപൂർവ്വം വോട്ട് ചെയ്യാറില്ല. കാരണം സംസ്ഥാന ഭരണത്തെ അല്ല തിരഞ്ഞെടുക്കുന്നത്, കേന്ദ്ര ഭരണത്തെയും അല്ല എന്നതിനാൽ. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഈ വോട്ട് രേഖപ്പെടുത്തി എന്ന് പറയുന്നതാണ് രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു വോട്ടായിട്ടാണ് അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളുടെ ഭാഗങ്ങൾ കാണുന്നത്. പത്രമീഡിയക്കാർ അങ്ങനെ വളഞ്ഞു നിന്നിട്ട് ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അപ്രതീക്ഷിതമായിട്ടാണ് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒറ്റപ്പെട്ട ചാനലുകൾ, മീഡിയ വണ്ണിൻ്റെ ചാനൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതൊരു ചാനൽ മാത്രമേ അങ്ങനെ കൃത്യമായ രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊന്നും അങ്ങനെ ദൃശ്യമാകുന്നില്ല. പിന്നെ ചില ഫോട്ടോകളും വീഡിയോകളൊക്കെ സാധാരണക്കാർ എടുക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. യൂട്യൂബർമാരെ പോലെയുള്ളവർ അങ്ങനെ എടുക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ വിവരം ചാനലുകാർ അറിയാതെ പോയിരിക്കുന്നു. മീഡിയ വണ്ണുമായിട്ട് ബന്ധപ്പെട്ട ആരോ അവരോട് പറഞ്ഞിരിക്കാനാണ് സാധ്യത ഏറ്റവും അവസാന ഘട്ടത്തിലെങ്കിലും. കാര്യം തയ്യാറെടുപ്പോട് കൂടി എടുക്കുന്ന വീഡിയോ ആയിട്ട് കാണുന്നില്ല. ഇടതുപക്ഷ സഹയാത്രികനെന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷ ഈ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വ്യക്തിയെന്നോ എല്ലാ കാലത്തും കാന്തപുരത്തെക്കുറിച്ച് പറയാറുണ്ട്. അത് നിലനിൽപ്പിൻ്റെ ആവശ്യത്തിന് തങ്ങളുമായിട്ട് ആരാണോ സഹകരിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളത് തങ്ങളുടെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളതും ചില കാലത്തൊക്കെ പരസ്യമായ രീതിയിൽ തന്നെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കപ്പെട്ടതായിരിക്കുന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും. എന്നാൽ അവരുടെ സംഘടന വളരെ സംഘടനാപരമായിരിക്കുന്ന വലിയ സജീവതയും ശക്തിയുള്ളതാണ്. SYS ആണെങ്കിലും SSF ആണെങ്കിലും എല്ലാം. അപ്പോൾ അവരിലൂടെ രഹസ്യമായിരിക്കുന്ന നിർദ്ദേശം നൽകിക്കൊണ്ട് തങ്ങളെ എതിർക്കപ്പെടുന്ന മുസ്ലിം ലീഗ് പോലെയുള്ള UDF സംവിധാനത്തിന് എതിരെയൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസ്താവന ഇറക്കാറുണ്ട്. നിയമസഭയിലും പാർലമെൻറ്റിലും പല ഘട്ടത്തിലും അത് പരാജയപ്പെട്ടിട്ടുണ്ട്. ചില ഘട്ടങ്ങളിലൊക്കെ ഈ നിയമസഭയിലെ ഒറ്റപ്പെട്ട മണ്ഡലങ്ങളിൽ ഈ ഈ വിഷയം സാരമായിട്ട് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഇത് ഒരുപാട് പഞ്ചായത്തിൻ്റെ ഭരണങ്ങളൊക്കെ അട്ടിമറിയാൻ വേണ്ടിയിട്ട് ഈ കാന്തപുര സുന്നി വിഭാഗത്തിൻ്റെ വോട്ടുകൾ ഇടതുപക്ഷത്തിലേക്ക് ചേരുന്നതോ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി വലതുപക്ഷത്തിലേക്ക് ചേരുന്നതോ കാരണമായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ആരോഗ്യപരമായ രീതിയിൽ അദ്ദേഹം ഒരു വിവാഹം പോലെയുള്ള കാര്യത്തിനോ മറ്റോ അല്ലെങ്കിൽ പൊതുപരിപാടിക്കോ പോകാൻ താല്പര്യം കാണിക്കാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴത്തെ നിലവിലെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ. ഈ ആരോഗ്യാവസ്ഥയിലും അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ട്. താൻ സംവിധാനാവകാശം വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്.
അപ്പോൾ ഈ ഈ ഈ കാന്തപുരത്തിൻ്റെ നയത്തിനും നിലപാടിനോടും ഒപ്പം ചേർന്ന് നിൽക്കുന്ന രീതിയിൽ പല നിലപാടിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ നിലവിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ അതിൽ ഒരുപാട് നയങ്ങളും മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. അതെല്ലാം കാന്തപുരത്തിനെ കണ്ടുകൊണ്ടാണ് എന്നുള്ളത് കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, എല്ലാ കാലത്തും സർക്കാരുമായി ഏറ്റുമുട്ടുന്നതിനേക്കാളും നല്ലത് സർക്കാരുമായി ഒരു സഹകരണാടിസ്ഥാനത്തിൽ നീങ്ങുകയാണെങ്കിൽ അവർക്കും ഗുണം നമുക്കും ഗുണം. നമുക്ക് ഗുണം വെച്ചാൽ ഒരുപാട് മതസ്ഥാപനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടും മതത്തിന് അനുകൂലമായിരിക്കുന്ന ഒരു സംവിധാനം ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാവാൻ വേണ്ടിയും പിന്നീട് ഏതെങ്കിലും ബിൽഡിംഗ് കാര്യങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ചില ഇളവുകൾ കിട്ടാനൊക്കെ ഈ ബന്ധങ്ങൾ വലിയ രീതിയിൽ പങ്കുവയ്ക്കുന്നു. അതുകൊണ്ട് സർക്കാരുമായിട്ട് കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരുമായിട്ടാണെങ്കിലും ഉടക്കി നിൽക്കുന്ന രീതി ശരിയല്ല എന്ന അഭിപ്രായം ഇതിന് മുൻപ് തന്നെ പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിന് പുറമെയായി ഈ കേന്ദ്ര സർക്കാരിന്, അത് BJP സർക്കാരിന് പോലും ഒരു ഘട്ടത്തിൽ കാന്തപുരം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് സംസ്ഥാന BJPയുടെ നേതാക്കൾ തന്നെ ഇതിനെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ദക്ഷിണേന്ത്യയിൽ തങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന ഒരു നിലപാടെടുത്ത ഒരേ ഒരു പണ്ഡിതൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറാണ് എന്ന്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള ഈ ശത്രുതാ മനോഭാവത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള മാറ്റം വരാൻ വേണ്ടിയിട്ടും ഗവൺമെൻറ് തലത്തിൽ അനുകൂലമായിരിക്കുന്ന നിലപാടുകൾ പല സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടാനും ഉപകരിക്കും എന്നത് ഈ കാന്തപുരത്തിൻ്റെ വളരെ തന്ത്രപരമായിരിക്കുന്ന ഒരു രീതിയായിട്ടാണ് ഉപയോഗപ്പെടുത്തിയത്, അല്ലെങ്കിൽ അങ്ങനെയാണ് കാണപ്പെട്ടത്. അതിൻ്റെ തുടർച്ചയാണ് ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി സമസ്തയുടെ സെക്രട്ടറിയും സമസ്തയുടെ പ്രസിഡൻറ്റും എല്ലാം മുത്തുക്കോയ തങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയും നിലപാടുകളൊക്കെ കാന്തപുരം പറഞ്ഞതിൻ്റെ ഫോട്ടോസ്റ്റാറ്റായിട്ട് നമുക്ക് പരിഗണിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. വഖഫ് നിയമവുമായി വഖഫ് ബോർഡിൽ മറ്റ് മതസ്ഥരെ നിയമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വിഷയങ്ങളുണ്ടായപ്പോൾ അവിടെയൊക്കെ ഇടതുപക്ഷത്തിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകുന്ന രീതിയിലും വലതുപക്ഷത്തെ ആവശ്യമെങ്കിൽ വിമർശിക്കുന്ന രീതിയിലുമാണ് അദ്ദേഹത്തിൻ്റെ സമീപനം. ആ രീതിയിലേക്ക് മുത്തുക്കോയ തങ്ങൾ മാറി എന്നുള്ളത് ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. അതോടെ മുസ്ലിം ലീഗുമായിട്ട് ഉടക്കാൻ വേണ്ടിയിട്ടും വലിയ പല മേഖലകളിലും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാനും ഈ നിലപാടും സമീപനങ്ങളും വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം പ്രാദേശിക തെരഞ്ഞെടുപ്പിന് ഒരു പ്രാധാന്യം ഒരു കാലത്തും കൽപ്പിക്കാത്ത AP അബൂബക്കർ മുസ്ലിയാർ വളരെ പെട്ടെന്ന് തന്നെ ഇതിന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോയി എന്ന് പറയുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ അതിൽ വന്നിരിക്കുന്ന കാര്യം, ഇത് ഈ വലതുപക്ഷ സംവിധാനത്തോട് കോൺഗ്രസും മുസ്ലിം ലീഗുമുള്ള UDF സംവിധാനത്തെ വല്ലാത്ത രീതിയിൽ വിമർശിക്കുന്നതിൽ നിന്ന് കാന്തപുരം കുറച്ച് പിറകോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ കണിശമായിരിക്കുന്ന ഒരു വിമർശനം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ പല ഘട്ടങ്ങളിലും മുസ്ലിം ലീഗിനെ പരസ്യമായി തന്നെ വിമർശിക്കുന്നതിലേക്ക് സമസ്ത എത്തുകയും ചെയ്തിട്ടുണ്ട്. സമസ്ത എന്ന് പറയുന്ന സമയത്ത് അത് മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സംഘടനയാണ്. മാത്രമല്ല പാണക്കാട് കുടുംബത്തിൽപ്പെട്ട വ്യക്തികൾ സമസ്തയുടെ ഔദ്യോഗിക സ്ഥാനത്ത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഹൈദരലി തങ്ങൾ മരിക്കുന്നവരെ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പ്രസിഡന്റ് മുത്തുക്കോയ തങ്ങളും വൈസ് പ്രസിഡന്റ് ഹൈദരലി തങ്ങളുമായിരുന്നു. അപ്പോൾ ആ സമസ്തയും ലീഗുമായി ഒരുമിച്ച് സംയുക്തമായ രീതിയിൽ പോകുന്ന രീതിയാണ് ആ വിഷയമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. എന്നാൽ ആ സമയത്തെല്ലാം പൂർണ്ണമായിരിക്കുന്ന ഒരു പിന്തുണ ഇടതുപക്ഷത്തിന് നൽകുന്നതിൽ നിന്ന് പതുക്കെ കാന്തപുരം വിഭാഗം മാറി നിന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാര്യം, പ്രവാചകരുടെ തിരികേശവുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്ന കാര്യം അത് യഥാർത്ഥ വിശ്വാസികളെ സാരമായിട്ട് ബാധിച്ചതാണ്. നഖവും മുടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊന്നും വലിയ പ്രസക്തിയില്ല, ആശയത്തിലും ആദർശത്തിലുമാണ് പ്രസക്തി എന്ന് കാന്തപുരത്തിൻ്റെ മുഖത്ത് നോക്കി പറയുന്നതിന് തുല്യമായ രീതിയിലാണ് ആ കാര്യങ്ങൾ വന്നത്. ഇത്തരം മതപരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സാധാരണഗതിയിൽ ഒരു പക്വതയുള്ള മന്ത്രിയാണെങ്കിൽ, മുഖ്യമന്ത്രിയാണെങ്കിൽ അഭിപ്രായം പറയാതെ മാറി നിൽക്കും. അത് മതപരമായിരിക്കുന്ന അവരുടെ വിശ്വാസമാണ്, അവർക്ക് വേണമെങ്കിൽ കൊണ്ടുപോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല ഈ പിണറായി വിജയൻ എടുത്തിരിക്കുന്ന കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞതോടുകൂടി സുന്നികൾ കുറച്ചെങ്കിലും മാറി നിൽക്കേണ്ട, അല്ലെങ്കിൽ മാറി വോട്ട് ചെയ്യേണ്ട രീതിയിലേക്ക് ആ വിഷയം എത്തിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ആ നിലപാട് ഇപ്പോഴും മാറ്റി പറഞ്ഞിട്ടില്ല. മതപരമായ വിഷയത്തിലൊക്കെ ഇടപെടുന്ന സമയത്ത് പക്വതയോടുകൂടി വേണം എന്നുള്ളത് ഇതിന് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നയങ്ങളുടെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ കേരളമാണെങ്കിലും ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളാണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുള്ള സംസ്ഥാനങ്ങളൊക്കെ എണ്ണപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, അവിടെ മതവിശ്വാസികൾക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട്.
അവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഇടപെടൽ നടത്തുന്നവരാണ്. അതുകൊണ്ട് അവരുടെ ആചാരത്തെയോ അനുഷ്ഠാനത്തെയോ അവരുടെ വിശ്വാസ പ്രമാണത്തെയോ രീതിശാസ്ത്രത്തെയോ ഒന്നും ധിക്കരിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്ന് മുൻപ് അവർ പറഞ്ഞു വെച്ച കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ സമീപനം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇപ്പോൾ ഈ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ കാന്തപുരം വോട്ട് രേഖപ്പെടുത്താൻ പോയിട്ടുണ്ട് എന്ന് പറയുന്നത് അതിലൊരു രാഷ്ട്രീയ വ്യക്തത അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അതുകൊണ്ടാണ് വലിയ സംവിധാനത്തോടു കൂടി ആളുകളൊക്കെ വെച്ച് ക്യാമറകളൊക്കെ വെച്ച് അതിന് സംവിധാന കാര്യത്തോടു കൂടി അദ്ദേഹം വന്നുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ള കാര്യം കൃത്യമാണ്.